ഉള്ള ഉത്തരങ്ങൾ അടങ്ങിയ ഒരു ശ്ലോകം തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഉർവശി ശാപം ഉപകാരമായി എന്ന് കേട്ടിട്ടേയുള്ളൂ. അവരുടെ പച്ചക്കള്ളം മൂലം ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു ശ്ലോകം കൂടി വെളിച്ചത്തു വരാനിടയായി. ഇത്തരത്തിൽ സനാതനധർമ്മത്തിൻ്റെ വികൃത രൂപം വെളിവാക്കപ്പെടുന്ന അനേകായിരം ശ്ലോകങ്ങൾ സനാതന ഗ്രന്ഥങ്ങളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവയെല്ലാം വെളിച്ചം കാണട്ടെ എന്നാണ് ചാർവാകൻ പ്രത്യാശിക്കുന്നത്. ാണ് വാസുദേവ മഹാത്മ്യം. ആ അധ്യായത്തിലെ 15-16 ശ്ലോകങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അതിലാണ് ഇദ്ദേഹം പറഞ്ഞ ആ കാര്യം വരുന്നത്, പശുക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന കാര്യം. നമുക്ക് ആ ശ്ലോകങ്ങളൊന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് പോലെയാണോ കാര്യങ്ങളെന്ന്. യാ വേദവിഹിതാ ഹിംസാ ന സാ ഹിംസാസ്തി ദോഷതാ ഉദ്ദിശ്യ ദേവാൻ പിതൃൻശ തതോഘ്നത പശുശുഭാൻ പ്രോക്ഷിതം ദേവതാഭ്യശ്ച പിതൃഭ്യശ്ച നിവേദിതം ഭുഞ്ചത സ്വേപ്സിതം മാംസം സ്വാർത്ഥം തു ഘ്നതമാ പശൂൻ. ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്വാർത്ഥം തു ഘ്നതമാ പശൂൻ. അവസാനത്തെ വരിയുടെ അവസാനത്തെ ഭാഗം നോക്കുക. അതാണ് അവർ പറഞ്ഞു നടക്കുന്നത്. ഇതിൻ്റെ സന്ദർഭം ആദ്യം പറയാം. യാഗം എങ്ങനെയെല്ലാം ചെയ്യാമെന്നും ആ യാഗത്തിൽ മൃഗങ്ങളെ കൊല്ലാമോ എന്നും യാഗത്തിൽ ബലി കൊടുത്ത മൃഗങ്ങളുടെ മാംസം കഴിക്കാമോ എന്നെല്ലാമുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്കന്ദൻ വിവരിക്കുന്ന ഭാഗത്താണ് ഈ വരി വരുന്നത്. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം. യാ ഹിംസ വേദവിഹിത, വേദത്തിൽ വിവരിക്കുന്ന യാതൊരു ഹിംസയുണ്ടോ, അതായത് മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ട് നടത്തുന്ന യാഗങ്ങളിൽ ഹിംസയുണ്ട്. ആ ഹിംസയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേദത്തിൽ വിവരിക്കുന്ന യാതൊരു ഹിംസയുണ്ടോ, സാ ഹിംസ, ആ ഹിംസ എന്നത് ആ ഹിംസകളൊന്നും തന്നെ നക്കളെ ചുട്ടി സ്വേപ്സിതം ഭുഞ്ചത, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. സ്വാർത്ഥം തു, സ്വാർത്ഥതയോടുകൂടി സ്വന്തം ആവശ്യത്തിനായിക്കൊണ്ട് എന്നർത്ഥം. പശൂൻ മാഘ്നത, പശുക്കളെ കൊല്ലരുത്. അവസാനത്തെ ആ വാക്കാണ് പശൂൻ മാഘ്നത, പശുക്കളെ കൊല്ലരുത്. പക്ഷെ അതിനു മുമ്പുള്ള ഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൂടി നോക്കിയിട്ട് വേണം ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ. പശുക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന അവസാനത്തെ ഏതാനും വാക്കുകൾ മാത്രം എടുത്തിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ നോക്കിയ ഒരു രംഗമാണ് നാം മുൻപേ കണ്ടത്. ഇതിൽ ആദ്യ ഭാഗത്ത് പറയുന്ന പല കാര്യങ്ങളും സനാതനവാദികളുടെ പല പച്ചക്കള്ളങ്ങൾക്കും ഉത്തരം കൂടിയാണ് അത് നൽകുന്നത്. യാഗത്തിൽ പശുക്കളെ കൊല്ലാമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊല്ലാം എന്നാണ് ഇതിൽ പറയുന്നത്. എന്താണ് കാരണം? വേദത്തിൽ പറയുന്നത് പോലെ യാഗത്തിൽ മൃഗങ്ങളെ കൊന്നാൽ അത് ഒരു പാപവും ഉണ്ടാക്കില്ല എന്ന് അതിനുത്തരം പറയുന്ന ശ്ലോകം കൂടിയാണ് ഇത്. വേദത്തിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഓക്കെ എന്നർത്ഥം. എന്താണ് വേദത്തിൽ പറയുന്നത് എന്നും കൂടി പറയുന്നു. ദേവതമാരെ ഉദ്ദേശിച്ചും പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ ഉദ്ദേശിച്ചും മൃഗങ്ങളെ യാഗത്തിൽ കൊന്നിട്ട് അതിനെ ഭക്ഷിച്ചാൽ അത് പാപമാകില്ല. ദൈവത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് എന്ന് വരുത്തണം. എന്നിട്ട് ഇഷ്ടം പോലെ ആ മാംസഭക്ഷണം അകത്താക്കുകയും ചെയ്യാം. പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത്? ദേവതകൾക്കോ പിതൃക്കൾക്കോ കൊടുക്കാൻ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പശുക്കളെ കൊല്ലരുത്. ശ്രദ്ധിക്കുക, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പശുക്കളെ കൊല്ലരുത്, അത് പാപമാണ്.